ആദ്യം ഒരു ബ്ലാക്ക് കളറിലെ പേനയോ മാർക്കറോ വെച്ചിട്ട് ഇതേപോലെ വേവി ലൈൻസ് ആയിട്ട് വരച്ചു കൊടുക്കണം. വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ 4 ഭാഗവും നമ്മളിങ്ങനെ റൗണ്ടിൽ ഷേപ്പ് ചെയ്തെടുക്കണം. പിന്നെ ഈ പേപ്പർ നമ്മൾ വരയ്ക്കുന്ന പേപ്പറിന് 4 ഭാഗവും ഇങ്ങനെ ഒന്ന് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ഫസ്റ്റത്തിനകത്ത് ഇതുപോലെ 4 വശവും റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് സെക്കൻഡത്തെ വരുമ്പോഴത്തേന് അതിൻ്റെ നടുക്കൂടെ ഒരു ലൈനും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ 2 ഭാഗമായിട്ട് കിട്ടും. അങ്ങനെ ഒന്നിടവിട്ടായിട്ട് അങ്ങനെ ചെയ്തെടുക്കണം. ഒരെണ്ണത്തിൽ 4 ഭാഗവും ഷാർപ്പ് ചെയ്യുക. പിന്നെ വരുന്നതിനകത്ത് അതൊന്ന് രണ്ടായിട്ട് ഡിവൈഡും കൂടെ ചെയ്യുക. അങ്ങനെ എല്ലാ എണ്ണം അതേപോലെ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ ഒരു പേന അല്ലെങ്കിൽ മാർക്ക് തന്നെ വെച്ചിട്ടായാലും മതി. ഇത്തിരി കൂടെ കളർ കുറഞ്ഞത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ പേന വെച്ചിട്ടായാലും ഇതേപോലെ ഇതിൻ്റെ അകത്ത് ആ ഷേപ്പ് തന്നെ ഇത്തിരി കൂടെ ചെറുതായിട്ട് അതിൻ്റെ അകത്ത് ആ ഷേപ്പ് വരച്ചു കൊടുക്കണം. എല്ലാം വരച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാം ഇടയ്ക്കായിട്ട് വരുന്ന ഭാഗങ്ങളിൽ ബ്ലാക്ക് കളർ ഫില്ല് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും ബ്ലാക്ക് കളർ ഫില്ല് ചെയ്ത് കൊടുക്കണം. പക്ഷെ ഞാൻ ഒരിടത്ത് വിട്ടുപോയി. അതെല്ലാം കഴിഞ്ഞ് പടമെല്ലാം വരച്ച് കഴിഞ്ഞ് ഇങ്ങനെ വീഡിയോയിൽ നോക്കിയപ്പോഴാണ് കാണുന്നത് ഒരിടത്ത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എല്ലാം ബ്ലാക്ക് കളർ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗ്രീൻ കളറാണ് ഇവിടെ കൊടുക്കുന്നത്. ഗ്രീൻ കളറിലെ സ്കെച്ച് പേന വെച്ചിട്ട് നമ്മളിതിനകത്ത് നമ്മൾ രണ്ടാമത് വരച്ച പേന വെച്ച് വരച്ച ഭാഗത്തിനകത്ത് നമ്മൾ കളർ ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും ഇതുപോലെ കളർ ചെയ്തിട്ട് നമ്മൾ ബ്ലാക്ക് പേന വെച്ചിട്ട് ഇതേപോലെ വെറുതെ ഇങ്ങനെ റൗണ്ട് വരച്ചു കൊടുത്താൽ മതി. അതിന് പ്രത്യേകിച്ച് അളവോ ഷേപ്പോ ഒന്നും നോക്കണ്ട. ഇതേപോലെ വരച്ചു കൊടുക്കണം. രണ്ടായിട്ട് ഭാഗിച്ചെടുത്ത് വേണ്ട. ആ വലുതായിട്ടുള്ള ഭാഗത്ത് മാത്രം ഇതേപോലെ ഫുള്ളൊന്ന് വരച്ചു കൊടുക്കണം. വരച്ചു കൊടുത്തിട്ട് നമ്മളിപ്പം വരച്ച ഗ്രീൻ കളറിനേക്കാളും ഇച്ചിരിയും കൂടെ ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് എടുക്കണം. കുറച്ചും കൂടെ ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ഷെയ്ഡ് എടുത്തിട്ട് നമ്മളത് ഈ നമ്മൾ കളർ അടിച്ചതിനകത്ത് എല്ലാത്തിനകത്തും 2 വശത്ത് ഇങ്ങനെ നല്ലതായിട്ട് കളർ അടിച്ച് കൊടുക്കണം. ഡാർക്ക് കളർ ഇങ്ങനെ അടിച്ചു കൊടുക്കണം. അത്രയേ ഉള്ളൂ. ഇതൊരു പേന മാത്രമേ ആവശ്യമുള്ളൂ ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. സ്കെച്ച് പേനയൊന്നും ആവശ്യമില്ല. സ്കെച്ച് പേനയൊക്കെ വെച്ച് വരച്ച് കഴിഞ്ഞാൽ ഫുള്ള് കളറാവും. പേന കാണുമ്പം കുറച്ച് പണിയേ ഉള്ളൂ. പക്ഷേ കുറച്ച് സമയത്തെ പണിയാണ്. ആദ്യമേ നമ്മളൊരു സ്കെയിലും പെൻസിലും വെച്ചിട്ട്, അല്ല സ്കെയിലും പേന ആയാലും മതി, പേന വെച്ചിട്ട് സ്കെയിൽ ഉപയോഗിച്ച് തന്നെ വരയ്ക്കണം. ഇതേപോലെ റെക്റ്റാങ്കിൾ, സ്ക്വയർ അങ്ങനെ പലതരത്തിൽ പല അളവുകളിൽ ഇങ്ങനെ ഷേപ്പുകൾ വരച്ച് കൊടുക്കണം. എന്നിട്ട് ഓരോന്നിനകത്തും ഇപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ വരച്ചു കൊടുക്കണം. എല്ലായിടത്തും വരച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഓരോ സ്ക്വയറും റെക്റ്റാങ്കിളൊക്കെ നമ്മൾ വരച്ചില്ലേ, അതിൻ്റെയൊക്കെ ഷേപ്പ് വ്യത്യാസമായതുകൊണ്ട് ഓരോരുത്തടത്തും വരയ്ക്കുമ്പോഴത്തേനും അങ്ങനെ ആ രീതിയിലായിരിക്കും ഷേപ്പ് കിട്ടുന്നത്. ഫുള്ള് വരച്ച് കഴിയുമ്പോഴത്തേനും നല്ല സൂപ്പറായിട്ടുള്ള പിക്ചർ കിട്ടും.